ഹായ് ഓൾ ലേണേഴ്സിന്റെ എല്ലാ ലേണേഴ്സിനും ഹൃദ്യമായ സ്വാഗതം. BPSC 101 യൂണിറ്റ് 2 ആണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതിന്റെ കോൺസെപ്റ്റ്, അതിന്റെ സിഗ്നിഫിക്കൻസ്, ഡിഫറൻസ് ആൻഡ് സിമിലാരിറ്റീസ് ഇൻ ബിറ്റ്വീൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ യൂണിറ്റ് 2 നമുക്ക് പഠിക്കാനുള്ളത് സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് ആണ്. എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പ്രിഫേസിൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണാൻ കഴിയും അല്ലെ? സയൻസ് നോട്ട് റൂൾ ഓഫ് തം, ഹാർമണി നോട്ട് ഡിസ്കോർഡ്, കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, ഡെവലപ്മെന്റ് ഓഫ് വർക്കേഴ്സ് ടു ദർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. ഇതൊക്കെയാണ് ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്ന് FW ടൈലറെ കുറിച്ചിട്ടാണ്. ഈ FW ടൈലർ ആണ് ദ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് അറിയുന്നത്. അപ്പോൾ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന FW ടൈലറെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, ദെൻ ഈ ടൈലറുടെ ഈ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഒരു വിലയിരുത്തൽ, ഒരു അപ്രൈസൽ, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് വൺ, നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് നോക്കാം. സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ നടക്കുന്ന വർക്കേഴ്സിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിനൊരു സിസ്റ്റമാറ്റിക് ആക്കി മാറ്റുക. അതായത് ആർക്കെങ്കിലും തോന്നുന്നത് ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ട്, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സംഗതി ഉണ്ടാക്കാൻ, ഒരു പ്രത്യേക സംഗതി ക്രിയേറ്റ് ചെയ്യാൻ, മാനുഫാക്ചർ ചെയ്യാൻ ഈ ടൂള് യൂസ് ചെയ്യണം, ഈ സ്പെസിഫിക് ടൂള് യൂസ് ചെയ്യണം എന്നിങ്ങനെ കൃത്യമായിട്ട് നിർണയിച്ചു കൊടുക്കുക. ഓരോന്നും പരീക്ഷണങ്ങൾ നടത്തിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ഓരോ വർക്കറും അയാൾക്ക് തോന്നുന്ന ടൂൾ ഉപയോഗിക്കുക, അയാൾക്ക് തോന്നുന്ന റേഷ്യോയിൽ ഒരു സംഗതി മാനുഫാക്ചർ ചെയ്യുക. അതിന് പകരം എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഈ ഒരു പ്രൊഡക്റ്റിന് ഇത്ര റേഷ്യോയിലാണ് സിമെന്റ് ഉപയോഗിക്കേണ്ടത്, ഇത്ര റേഷ്യോയിലാണ് വൈറ്റ് സിമെന്റ് ഉപയോഗിക്കേണ്ടത്, ഇത്ര റേഷ്യോ ആണ് ഇതില് പിന്നെ കളേഴ്സ് യൂസ് ചെയ്യേണ്ടത് എന്നിങ്ങനെ കൃത്യമായിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുക. ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. ഇതാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോ ഈ സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ളത് 20th സെഞ്ചുറിയിലൊക്കെയാണ് ഇത് ഫോം ചെയ്യുന്നത്. ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ, FW ടൈലർ, അദ്ദേഹമാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഒരു മൂവ്മെന്റ് ആണ്, ഒരു പ്രസ്ഥാനം പോലെയാണ് ഈ സയന്റിഫിക് മാനേജ്മെന്റ് വന്നത്. അതായത് ഒരു പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഓരോ മൂവ്മെന്റിന്റെ ഇപ്പൊ ഇന്ത്യന്റെ ഫ്രീഡം മൂവ്മെന്റ് ഉണ്ടായിരുന്നു, ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അതിന്റെ പ്രത്യേകത എന്താണ്? അത് ഇന്ത്യയിലുള്ള ജനങ്ങളൊക്കെ സ്വാധീനിച്ചു. അതേപോലെ തന്നെ ഈ ഒരു ഡബ്ല്യു FW ടൈലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച്, അല്ലെങ്കിൽ സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ളത് അന്നുണ്ടായിരുന്ന കമ്പനികളെയും മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഓക്കെ, പിന്നെ ഈ സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ള ടേം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ലൂയി ബ്രാൻഡിസ് ആണ്. 1910 ലൂയി ബ്രാൻഡിസ് ആണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ള ടേം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ടൈലറിസം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ടൈലറിസം. ഓക്കെ, ദെൻ ഇനി നമുക്ക് FW ടൈലറിന്റെ നമ്മുടെ ടൈലറിന്റെ വിൻസ്ലോ ടൈലറിന്റെ ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച് നോക്കാം. അയാളുടെ ജനനവും അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഒന്ന് നോക്കാം. 1856 അദ്ദേഹം ജനിക്കുന്നത്. പെൻസിൽവാനിയയിലെ ജർമ്മൻ ടൗൺ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ജനിക്കുന്നത്. അദ്ദേഹം ജനിച്ചു കുറെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് അദ്ദേഹം ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുന്നതും ഹൈഡ്രോളിക് വർക്ക്സ്, ഫിലാഡൽഫിയയിലെ ഹൈഡ്രോളിക് വർക്ക്സിലാണ്. അത് കഴിഞ്ഞിട്ട് മിഡ്വെയിൽ സ്റ്റീൽ കമ്പനി തൊഴിലാളിയായിട്ടും ബോസ് ആയിട്ടും റിസർച്ച് ഡയറക്ടറായിട്ടും എഞ്ചിനീയർ ആയിട്ടും ഒക്കെ അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 1884 അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഈ എഞ്ചിനീയറൊക്കെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം പിന്നീട് അദ്ദേഹം ഒരു മാനുഫാക്ചറിംഗ് ഇൻവെസ്റ്റ് കമ്പനിയിൽ ജനറൽ മാനേജർ ആയിട്ടും സ്കൂൾ ഓഫ് ബിസിനസ്സിലെ പ്രൊഫസർ ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് എ പീസ് റേറ്റ് സിസ്റ്റം, ഷോപ്പ് മാനേജ്മെന്റ്, ആർട്ട് ഓഫ് കട്ടിംഗ് മെറ്റൽസ്, പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ. ഓക്കെ, അപ്പോൾ ഈ ടൈലറിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് സോൾജറിങ് എന്നുള്ളത്. സോൾജറിങ് ടൈലറുണ്ടാക്കിയ, അദ്ദേഹം പ്രൊപ്പൗണ്ട് ചെയ്ത, അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ് സോൾജറിങ്. സോൾജറിങ് എന്ന് വെച്ചാൽ ടൈലർ ഒബ്സർവ്ഡ് ദാറ്റ് ദർ വാസ് എ ടെൻഡൻസി ഓൺ ദ പാർട്ട് ഓഫ് വർക്കേഴ്സ് ടു നെഗ്ലക്ട് വർക്ക് ആൻഡ് റെസ്ട്രിക്ട് ദ ഔട്ട്പുട്ട്. എല്ലാ വർക്കേഴ്സിനും ജോലി ചെയ്യാതെ ഈ ഒരു കമ്പനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് റെസ്ട്രിക്ട് ചെയ്യാൻ, അതിന്റെ ഒരു അളവ് കുറക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, ഒരു ആഗ്രഹം ഉള്ളിലുണ്ടാവും. ഓക്കെ, അതായത് പരമാവധി വർക്ക് ചെയ്യാതെ ഒന്ന് മുഷിഞ്ഞിരിക്കുക, എന്നിട്ട് പിന്നെ ഈ കമ്പനിയുടെ വരുമാനം കുറക്കുക. ഓക്കെ, അങ്ങനെ ഒരു ചിന്ത
എല്ലാ വർക്കേഴ്സിനും ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു ചിന്തക്കാണ്, ഈ ഒരു ടെൻഡൻസിക്കാണ് സോൾജറിങ് എന്ന് പറയാം. കാരണം അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാല്, ഒരു വർക്കർ, തൊഴിലാളി എത്ര ആത്മാർത്ഥതയോട് കൂടെ പണിയെടുത്താലും അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം സെയിം ആണ്. ഓക്കെ, അദ്ദേഹത്തിന് സെയിം ശമ്പളമാണ് കിട്ടുന്നത്. ഒരാൾ എത്ര ആത്മാർത്ഥമായിട്ട് പണിയെടുത്താലും, തന്റെ എല്ലാ എഫേർട്ട് എടുത്തിട്ട് വർക്ക് എടുത്താലും അദ്ദേഹത്തിന് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സാലറി ഉണ്ടാവും, അത് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ മുകളിലുള്ള സൂപ്പർവൈസേഴ്സ് നോക്കുന്ന സമയത്ത് മാത്രം തൊഴിലെടുക്കുക, കമ്പനിയുടെ ഔട്ട്പുട്ട് റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ള ഒരു ടെൻഡൻസി ഉള്ളിൽ വരും എന്നുള്ളതാണ് ടൈലറിന്റെ സിദ്ധാന്തം. അപ്പൊ അദ്ദേഹം സോൾജറിങ്ങിനെ രണ്ട് ടൈപ്പ് ആക്കി: നാച്ചുറൽ സോൾജറിങ്ങും സിസ്റ്റമാറ്റിക് സോൾജറിങ്ങും. നാച്ചുറൽ സോൾജറിങ് എന്ന് വെച്ചാൽ ഓരോ സംഗതികൾ വരുമ്പോൾ, ഓരോ വർക്ക് ചെയ്യാൻ വരുമ്പോൾ അതിനൊരു സിമ്പിൾ ആക്കിയിട്ട് എടുക്കുക, അതിനൊരു ഈസി ആക്കിയിട്ട് അത് പെട്ടെന്ന് ചെയ്തു തീർക്കാലോ എന്ന് എഴുതിയിട്ട് നോർമൽ ആയിട്ട് ഓരോ സംഗതിയെയും കാണാം. സിസ്റ്റമാറ്റിക് സോൾജറിങ് എന്ന് വെച്ചാൽ ഒരു സമൂഹവും ഒരു ഈ വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു ഉള്ളിലുള്ള ഒരു ഓർഗനൈസേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് സോൾജറിങ് ചെയ്യാം. അതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് വർക്കേഴ്സ് അവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനി ആയിട്ട് അവര് പരസ്പരം പരിചയപ്പെടും. എന്നിട്ട് അവര് ഇങ്ങനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് അവരുടെ ഒരു തീരുമാനം പ്രകാരം ഇവരെന്ത് ചെയ്യാം, പരമാവധി വർക്ക് ചെയ്യാതെ അങ്ങനെ മുങ്ങി നടക്കാം. ഓക്കെ, അങ്ങനെയുള്ള സോൾജറിങ്ങിനാണ് സിസ്റ്റമാറ്റിക് സോൾജറിങ് എന്ന് പറയാം. അപ്പോൾ ഇതിനുള്ള ഒരു പരിഹാരമായിട്ട്, സോൾജറിങ് കുറക്കാനുള്ള ഒരു പരിഹാരമായിട്ട് മൂപ്പര് പറഞ്ഞത് സയന്റിഫിക് ടെക്നിക്കുകൾ യൂസ് ചെയ്യണം. സോൾജറിങ് കുറക്കണമെങ്കിൽ, ഈ വർക്കേഴ്സിന്റെ ഇടയിലുള്ള സോൾജറിങ് കുറക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, സയന്റിഫിക് മെത്തേഡുകൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം സയന്റിഫിക് തിയറി ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തിയറി അദ്ദേഹം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഇനി സയന്റിഫിക് അപ്രോച്ച് ടു മാനേജ്മെന്റ്. FW observed that there was science in every work. എല്ലാ വർക്കിലും ഒരു സയൻസ് ഉണ്ട്. സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു സംഗതി കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നതിനാണ് നമുക്ക് സയന്റിഫിക് എന്ന് പറയാം. അപ്പൊ എല്ലാ വർക്കിലും ഒരു സയൻസ് ഉണ്ട് എന്നാണ് പറയണത്. നമ്മൾ ഈ വർക്കിനെ സയന്റിഫിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല കുറെ എക്സ്പെരിമെന്റുകൾ നടത്തി നമുക്ക് ഈ വർക്കിനെ കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സൂപ്പർവൈസേഴ്സ് ബ്രെയിൻ ഗൈഡ്സ് വർക്കേഴ്സ് ടു ഹയസ്റ്റ് ഔട്ട്പുട്ട്സ്. ഈ വർക്കേഴ്സിനെ നോക്കാൻ വേണ്ടിയിട്ട്, തൊഴിലാളികളെ നോക്കാൻ വേണ്ടിയിട്ട് സൂപ്പർവൈസർമാരുണ്ടാവും. ഈ സൂപ്പർവൈസർമാരുടെ ബ്രെയിൻ, അവരുടെ തലച്ചോറ് ഈ വർക്കേഴ്സിനെ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ സയന്റിഫിക് അപ്രോച്ചിന്റെ മറ്റൊരു സംഗതിയാണ്, ഇത് ട്രെയിനിങ്ങിനും എക്സ്പെർട്ടീസിനും പ്രിപ്പറേഷൻ ഓഫ് മാനേജേഴ്സിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഈ സൂപ്പർവൈസേഴ്സിന്റെ ഇവരുടെ സൂപ്പർവിഷനും അതുപോലെ ഇവരുടെ ബാക്കി ഇൻവെസ്റ്റ്മെന്റ്സും എക്സ്പെരിമെന്റേഷൻസും ഒക്കെ ആകുമ്പോൾ നല്ല ഒരു ഗോള് നമുക്ക് അക്കോംപ്ലിഷ് ചെയ്യാൻ പറ്റും, ഈ കമ്പനിയുടെ ഗോള് അക്കോംപ്ലിഷ് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. Then work methods and managerial role. Taylor, while working in a steel plant, observed that the workers decided on the output and the methods to conduct various operations. ടൈലർ അദ്ദേഹം ഒരു സ്റ്റീൽ പ്ലാന്റിൽ വർക്ക് ചെയ്തിരുന്നല്ലോ. അന്ന് അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹം നിരീക്ഷിച്ചൊരു സംഗതിയാണ്, അവിടെ ഉണ്ടായിരുന്ന ആ സ്റ്റീൽ പ്ലാന്റിൽ ഉണ്ടായിരുന്ന വർക്കറാണ് തീരുമാനിക്കുക ഏത് ടൂൾ ഉപയോഗിക്കണം, എത്ര അളവിൽ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യണം, മാനുഫാക്ചർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് അവിടെ ഉണ്ടായിരുന്ന വർക്കർ ആയിരുന്നു. അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു റൂൾ ഓഫ് തമ്പ് മെത്തേഡ് ആയിരുന്നു. റൂൾ ഓഫ് തമ്പ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ ഓരോ ആളുകൾക്കും തോന്നുന്നത് ചെയ്യാം മീൻസ് ഒരു കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ് ഇല്ലാതെ, ഇപ്പൊ നമുക്ക് ഇന്നത്തെ കാലത്ത് കുറെ സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡുകൾ ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് കുറെ എന്താ പറയാ, ഇപ്പൊ ഒരു വെയിറ്റ് അളവ് നോക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, പിന്നെ ഓരോ ടൈപ്പ് പാത്രങ്ങളുണ്ട്, പിന്നെ സ്ക്രൂ ഡ്രൈവേഴ്സ്, പിന്നെ സ്പാനേഴ്സ്, അങ്ങനെ കുറെ സംഗതികളുണ്ട്. പക്ഷെ ഈ ടൈലർ ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു സമയത്ത് ഒരു റൂൾ ഓഫ് തമ്പാണ് ഉണ്ടായിരുന്നത്. ഓരോരുത്തർക്കും തോന്നുന്ന പോലെ അവരുടെ എക്സ്പീരിയൻസ് എന്ന് അവർക്ക് മനസ്സിലായത് വെച്ചിട്ടുള്ള രീതികളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ റൂൾ ഓഫ് തമ്പിന് പ്രകാരം, അതിന് പകരം ഒരു സയന്റിഫിക് മാനേജ്മെന്റ്, ഒരു സയന്റിഫിക് ടെൻഡൻസി നമ്മൾ ഈ വർക്കിനോട് കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. റോൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ക്രൂഷ്യൽ ടു അറ്റൈൻ എഫിഷ്യൻസി. അപ്പോൾ ഈ മാനേജ്മെന്റും സൂപ്പർവൈസേഴ്സും, വർക്കേഴ്സിനെ നോക്കാനും സൂപ്പർവൈസേഴ്സ് വേണം. അപ്പൊ ഈ സൂപ്പർവൈസേഴ്സിന്റെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ സയന്റിഫിക് മാനേജ്മെന്റിന്റെ 3 പ്രിൻസിപ്പിൾസ് ആണ്. ഒന്ന്, റീപ്ലേസ് റൂൾ ഓഫ് തമ്പ് വിത്ത് സയൻസ് ഫോർ ഈച്ച് എലമെന്റ് ഓഫ് വർക്ക്. ഫസ്റ്റ് വൺ ആണ് ഈ റൂൾ ഓഫ് തമ്പ് എന്നുള്ള സിസ്റ്റം ഒഴിവാക്കിയിട്ട് അതിന് പകരം സയൻസിനെ കൊണ്ടുവരിക.
ഓക്കെ. മറ്റൊന്നാണ് ഓരോ സംഗതിയും ചെയ്യാനുള്ള വൺ ബെസ്റ്റ് വേ ഉണ്ടാവും. ഓരോ ടാസ്കും ചെയ്യാനുള്ള വൺ ബെസ്റ്റ് വേ, ഏറ്റവും മികച്ച ഒരു വഴി ഉണ്ടാവും. അത് കണ്ടെത്തുക. അതുപോലെ തന്നെ വർക്കേഴ്സിനെ ട്രെയിൻ ചെയ്യുക, അവരെ പഠിപ്പിക്കുക, അവരെ ഡെവലപ്പ് ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുക. ദെൻ നാലാമത്തത് മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിൽ കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിൽ ഒരു സഹകരണം ഉണ്ടായിരിക്കണം. അതുപോലെ വർക്കേഴ്സിന്റെ മാനേജേഴ്സിന്റെ ഇടയിലുള്ള അവരുടെ ടാസ്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. മാനേജേഴ്സിന് അവരുടേതായ ജോലികൾ ചെയ്യാൻ, വർക്കേഴ്സിന് അവരുടേതായ ജോലികൾ ചെയ്യാൻ വേണം. ഈ വർക്കേഴ്സ് ചെയ്യുന്ന ജോലികൾ മാനേജേഴ്സ് സൂപ്പർവിഷൻ ചെയ്യണം. ഓക്കെ, ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. മാനേജ്മെന്റിനും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, വർക്കേഴ്സിനും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇതാണ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്. ദെൻ ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂൾ ഓഫ് തമ്പിന് പകരം സയൻസിനെ കൊണ്ടുവരിക. എല്ലാവരും പാടെ മാനേജ്മെന്റും സൂപ്പർവൈസേഴ്സും അതുപോലെ നമ്മുടെ വർക്കേഴ്സും എല്ലാവരും കൂടെ കോപ്പറേഷനിൽ വർക്ക് ചെയ്യുക. ഒരു ഇൻഡിവിജ്വൽ റോള് മാത്രമല്ല ഉള്ളത്, മാക്സിമം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുക, മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഗ്രേറ്റർ എഫിഷ്യൻസി, വർക്കേഴ്സിന്റെ എഫിഷ്യൻസി കൂട്ടുക. അപ്പോ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് ചേഞ്ച് ഫോർ വർക്കേഴ്സ്, മാനേജേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ്. മാനേജേഴ്സിന്റെയും സൂപ്പർവൈസേഴ്സിന്റെയും വർക്കേഴ്സിന്റെ ഒക്കെ റോള് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ എഫ്.ഡബ്ല്യു. ടൈലർ കൊണ്ടുവന്ന സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ കോപ്പറേഷൻ ആൻഡ് നോട്ട് കോൺഫ്ലിക്ട് ഈസ് ദ എസൻസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഒരു എസൻസ് എന്ന് പറയുന്നത് കോപ്പറേഷനാണ്. വർക്കേഴ്സും സൂപ്പർവൈസേഴ്സും മാനേജേഴ്സും തമ്മിൽ ഒരു കോപ്പറേഷൻ വേണം, സഹകരണം വേണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ തിയറിയുടെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. ദെൻ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അദ്ദേഹം പിന്നെ നമ്മുടെ എഫ്.ഡബ്ല്യു. ടൈലർ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. 6 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടെക്നിക്കുകൾ ഉണ്ട്. ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റിന്റെ കുറച്ച് ടെക്നിക്സ്, 6 ടെക്നിക്സ് ആണ് നമ്മുടെ എഫ്.ഡബ്ല്യു. ടൈലർ പറഞ്ഞത്. ഒന്ന് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, എക്സെപ്ഷണൽ പ്രിൻസിപ്പിൾ, അതർ മെത്തേഡ്സ്. ഇങ്ങനെ 6 ടെക്നിക്കുകളാണ് ഈ കൃത്യമായിട്ടുള്ള സയന്റിഫിക് മാനേജ്മെന്റിന് നമ്മുടെ എഫ്.ഡബ്ല്യു. ടൈലർ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫസ്റ്റ് ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് വെച്ചാൽ ഒരു വർക്കറിന്റെ മുകളിൽ 8 ആളുകൾ ഉണ്ടായിരിക്കണം. അതായത് ഒരു വർക്കർ 8 ആളുകളാൽ സൂപ്പർവൈസ് ചെയ്യപ്പെടണം. അതായത് ഒരു പ്ലാനിങ് പ്രോസസ്സും ഉണ്ടായിരിക്കണം, എക്സിക്യൂഷൻ പ്രോസസ്സും ഉണ്ടായിരിക്കണം. 4 പ്ലാനിങ് പ്രോസസ്സും 4 എക്സിക്യൂഷൻ പ്രോസസ്സും. ഇപ്പൊ പ്ലാനിങ് പ്രോസസ് എന്ന് വെച്ചാൽ ഓർഡർ ഓഫ് വർക്ക് ആൻഡ് റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഷോപ്പ് ഡിസിപ്ലിനറിയൻ. എക്സിക്യൂഷൻ പ്രോസസ് ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, സ്പീഡ് ബോസ്, ഇൻസ്പെക്ടർ. ഇങ്ങനെ കുറച്ച് പ്ലാൻ ചെയ്യാനുള്ള ബോസസും ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ബോസസും. ഇങ്ങനെ 2 ബോസസിലും എക്സിക്യൂഷൻ ബോസസും പ്ലാനിങ് ബോസസും ആയിട്ട് 4 മേലുദ്യോഗസ്ഥർ വർക്കേഴ്സിന്റെ മുകളിൽ വേണം. ഓക്കെ, തൊഴിലാളികളുടെ മുകളിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള 8 ഫോർമാൻസ്, 8 സൂപ്പർവൈസേഴ്സ് വേണം എന്നാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. അതൊരു ടെക്നിക്കാണ്. രണ്ടാമത്തെ ടെക്നിക്കാണ് മോഷൻ സ്റ്റഡി. മോഷൻ സ്റ്റഡി എന്ന് വെച്ചാൽ ഓരോ തൊഴിലും ചെയ്യാനുള്ള, ഓരോ മാനുഫാക്ചറിങ്ങിനും പ്രൊഡക്ഷനും ഓരോ വർക്കും ചെയ്യാനുള്ള ഏറ്റവും മികച്ച മെത്തേഡ് കണ്ടെത്തുക. മോഷൻ സ്റ്റഡിയെ നമുക്ക് വേണമെങ്കിൽ മെത്തേഡ് സ്റ്റഡി എന്നും പറയാം. ഒരു സംഗതി ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്, അതിന് യൂസ് ചെയ്യേണ്ട പെർഫെക്റ്റ് ടൂൾസ് ഏതാണ്, പെർഫെക്റ്റ് എക്യുപ്മെന്റ് ഏതാണ്, പെർഫെക്റ്റ് റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഒരു വർക്ക് ചെയ്യാനുള്ള, എന്തെങ്കിലും ഒരു സാധനം മാനുഫാക്ചർ ചെയ്യാനാവാം, പ്രൊഡ്യൂസ് ചെയ്യാനാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിന്റെ കൺസ്ട്രക്ഷൻ ആവാം, അത് ചെയ്യാനുള്ള വൺ ബെസ്റ്റ് വേ ഏതാണ്, ഒരു സംഗതി ചെയ്യാനുള്ള ഏറ്റവും മികച്ച വഴി ഏതാണ് എന്ന് കണ്ടെത്തുക. ദെൻ ടൈം സ്റ്റഡി ആണ്. ടൈം സ്റ്റഡി എന്ന് വെച്ചാൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് ടൈം, ഇത്ര സമയത്തിന്റെ ഉള്ളിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ടൈം എന്ത് ചെയ്യാം, ഡിറ്റർമൈൻ ചെയ്യുക, അത് കണ്ടെത്തുക. ചിലപ്പോൾ നമുക്ക് എക്സ്പെരിമെന്റിലൂടെ ഒക്കെ കണ്ടെത്തേണ്ടി വരും. ഇപ്പൊ ഒരു സാധനം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കുക, ആ സാധനം ഏറ്റവും മികച്ച രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഏകദേശം എത്ര സമയം എടുക്കുന്നുണ്ട് നോക്കുക, അങ്ങനെ ഒരു സമയം നിശ്ചയിച്ചു വെക്കുക. അതുപോലെ ഡെയിലി ടാസ്കുകൾ കൊടുക്കുക. ഇതാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ പീസ് സിസ്റ്റം ആണ് നെക്സ്റ്റ്, പീസ് റേറ്റ് സിസ്റ്റം. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളികൾക്ക് കൂടുതൽ ഔട്ട്പുട്ട് തരുന്ന ആളുകൾക്ക് അവർക്ക് റിവാർഡുകൾ കൊടുക്കുക. ഓക്കെ, കൂടുതൽ ഔട്ട്പുട്ട് തരുന്ന ആളുകൾക്ക് റിവാർഡുകൾ കൊടുക്കുക. കൂടുതൽ ഔട്ട്പുട്ട് കൊടുക്കുന്ന ആൾക്ക് ഒരു ശമ്പളം, ഒരു ബാലൻസ്, ഒരു ഇടത്തരം ഔട്ട്പുട്ട് തരുന്ന ആൾക്ക് മറ്റൊരു ശമ്പളം, തീരെ ബിലോ ആവറേജ് തരുന്ന ആളുകൾക്ക് വേറൊരു ശമ്പളം. അതുപോലെ തന്നെ ഈ ബിലോ ആവറേജ്
ലെവൽ മാത്രമാണ് ഒരു വർക്കർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നിരന്തരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലോവർ പീസ് റേറ്റ് ഫോർ ഔട്ട്പുട്ട് ബിലോ സ്റ്റാൻഡേർഡ്. ഒരു നിശ്ചിതമായ സ്റ്റാൻഡേർഡ് നമ്മൾ മനസ്സിലാക്കി വെക്കും. ഈ ടൈം സ്റ്റഡിയിലൂടെയും മോഷൻ സ്റ്റഡിയിലൂടെയും ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ മനസ്സിലാക്കും. അതായത് ഇത്ര സമയത്തിന്റെ ഉള്ളിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ ഒരു 5 ദിവസത്തിന്റെ ഉള്ളിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, അതേസമയം ഒരു വർക്കർക്ക്, ഒരു തൊഴിലാളിക്ക് അത് 6 ദിവസം എടുക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ബിലോ സ്റ്റാൻഡേർഡിലാണ്, ആ സ്റ്റാൻഡേർഡിന് താഴെയാണ്. അതേസമയം ഒരാൾ 4 ദിവസത്തിന് പകരം 3 ദിവസം കൊണ്ട് തന്നെ ഈ വർക്ക് അയാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എബോവ് സ്റ്റാൻഡേർഡിലാണ്. ഈ എബോവ് സ്റ്റാൻഡേർഡിലുള്ള ആൾക്ക് കൂടുതൽ ഹയർ റേറ്റ്, ഹയർ ശമ്പളം കിട്ടും. ഈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കീപ്പ് ചെയ്യുന്നവർക്ക്, അതായത് 4 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കേണ്ട പണി 4 ദിവസം കൊണ്ട് തന്നെ ചെയ്ത് തീർക്കുന്ന ആൾക്ക് ഒരു ഒരു പിന്നെ ബോണസ് കിട്ടും, ഒരു ലാർജ് ബോണസ് കിട്ടും. അതേസമയം ബിലോ ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്ക് 4 ദിവസം കൊണ്ട് ചെയ്യേണ്ട പണി അതിനേക്കാൾ കൂടുതൽ 5 ദിവസം കൊണ്ടും 6 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ റേറ്റ് കുറയും, സാലറി കുറയും. ഇങ്ങനെയുള്ള ഓരോരുത്തരുടെ അവരുടെ എഫേർട്ടിനനുസരിച്ചിട്ടുള്ള ശമ്പളം കൊടുക്കുക എന്നുള്ളതാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് എക്സെപ്ഷണൽ പ്രിൻസിപ്പിൾ. ഈ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എക്സെപ്ഷൻ പ്രിൻസിപ്പിളും ഏകദേശം സെയിം ആണ്. എക്സെപ്ഷണൽ പ്രിൻസിപ്പിൾസ് വെച്ചാൽ ഈ ചില വർക്കേഴ്സ് എക്സെപ്ഷണൽ വർക്ക് ചെയ്യും, തീർത്തും വ്യത്യസ്തമായ വളരെ ബ്രില്യന്റ് ആയ നിരക്ക് വർക്ക് ചെയ്യും. അവർക്ക് ഇവരുടെ എക്സെപ്ഷണൽ വർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഓവർ ടൈം വർക്ക് എടുക്കും. ഈ ഓവർ ടൈം വർക്ക് എടുക്കുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് അവർക്ക്. എന്നിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് റിവാർഡ്സ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിനാണ് എക്സെപ്ഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയാം. പിന്നെ മറ്റു മെത്തേഡ്സ് ഉണ്ട്, സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ടൂൾസ് ആൻഡ് മെത്തേഡ്സ്, സെപ്പറേറ്റ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിനെ സെപ്പറേറ്റ് ആക്കാം, ഇൻസ്ട്രക്ഷൻ കാർഡ് കൊടുക്കാം. ഈ തൊഴിലാളികൾക്ക് ഓരോ വർക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ കാർഡ്സ് കൊടുക്കാം. കോസ്റ്റ് സേവിംഗ് സിസ്റ്റം. ഓക്കെ, ഈ ടൈലറിന്റെ നമ്മുടെ ഈ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയുടെ ഒരു അപ്രൈസലാണ്, ഒരു വിശകലനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതിയിട്ട് അതൊരു നിസ്സാര സംഗതിയാണെന്ന് കരുതേണ്ടതില്ല. കാരണം നമ്മൾ ഇതുവരെ റൂൾ ഓഫ് തമ്പ് പോലുള്ള ഒരു സിസ്റ്റം പോയിരുന്നു, അതായത് ഓരോ ആളുകൾക്കും തോന്നിയത് പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പകരം സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ട് ഒരു മെത്തേഡ് ആദ്യമായിട്ട് കൊണ്ടുവന്ന ആളാണ് ടൈലർ. അതുകൊണ്ട് തന്നെ ടൈലറിന് ആ ഒരു നിലക്ക് അതൊരു ആദ്യമായിട്ട് ഒരു സിസ്റ്റം കൊണ്ടുവന്നു എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ സയന്റിഫിക് മാനേജ്മെന്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ അതിന് കുറെ പ്രശ്നങ്ങളുണ്ട്. അതിൽ പെട്ട ഒരു പ്രശ്നമാണെന്ത്, ഇത് പൊതുവെ ഓർഗനൈസേഷനിലാണ് ലാക്ക് എ കംപ്ലീറ്റ് തിയറി ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ എല്ലാ മേഖലയിലും ഇത് ടച്ച് ചെയ്തിട്ടില്ല. ഇപ്പൊ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ ഇതിൽ വെറും ഒരു തൊഴിൽ എങ്ങനെ ചെയ്യണം, ആ തൊഴിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സംഗതികൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ മുമ്പിലും പിന്നിലും വരുന്ന സംഗതികളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ലിമിറ്റഡ് ഫോക്കസ് ആണ്. അതായത് ഷോപ്പ് ഫ്ലോർ ആക്ടിവിറ്റീസ്, വളരെ അടിത്തട്ടിലുള്ള ഒരു പ്രൊഡക്ഷന്റെ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ്ങിന്റെ, ഒരു കമ്പനിയുടെ, ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആക്ടിവിറ്റീസിനെ മാത്രമാണ് ഈ ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി, സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് എന്ത് ചെയ്തിട്ടുള്ളൂ, സമീപിച്ചിട്ടുള്ളൂ. അതിനെ കുറിച്ചിട്ട് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഓവറോൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിന്റെ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, മറ്റൊരു പ്രശ്നമാണ് ഓർഗനൈസേഷന്റെ മെക്കാനിക്കൽ വ്യൂ. മനുഷ്യന്മാരുടെ ഒരു മെഷീനായി കണ്ടു എന്നുള്ളതാണ്. വർക്കർ പെർസീവ്ഡ് ആസ് എ മെഷീൻ. മനുഷ്യന്മാരെ ഒരു മെഷീൻ ആയിട്ടാണ് ഈ സയന്റിഫിക് മാനേജ്മെന്റ് കണ്ടത്. പരമാവധി ആളുകൾ എങ്ങനെ ഊറ്റുക, പരമാവധി ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളൊരു നിലക്ക് ഒരു മനുഷ്യരെ ഒരു മെഷീൻ ആയിട്ടാണ് സയന്റിഫിക് മാനേജ്മെന്റ് കണ്ടത്. അതേപോലെ തന്നെ നാരോ വ്യൂ ഓഫ് മോട്ടിവേഷൻ. ഇവർക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആളുകൾക്ക് നല്ല എഫേർട്ട് എടുത്തിട്ട് വർക്ക് എടുക്കുന്ന ആളുകൾക്ക് മോട്ടിവേഷൻ ആയിട്ട് ഇക്കണോമിക് ആൻഡ് മെറ്റീരിയൽ റിവാർഡ്സ് മാത്രമാണ്, ഇക്കണോമിക് റിവാർഡ്സ് മാത്രമാണ് കൊടുത്തത്. മറിച്ച് അവർക്ക് ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് കൊടുത്തില്ല. ഇപ്പോ കൂടുതലായിട്ട് തൊഴിലെടുക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ലീവ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കൊരു ട്രിപ്പ് കൊടുക്കുക. അങ്ങനെ ആളുകൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഗതികളല്ല, മറിച്ച് ഒരു സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ മാത്രമേ ഈ സയന്റിഫിക് മാനേജ്മെന്റിൽ റിവാർഡായിട്ട് പറയുന്നുള്ളൂ എന്നുള്ളൊരു പ്രശ്നം. അതുപോലെ തന്നെ പല വർക്കേഴ്സും യൂണിയൻസും ഇതിനെ എതിർത്തു. കാരണം വർക്കേഴ്സ് പറഞ്ഞത് എന്താ വെച്ചാല്, ഞങ്ങളെ പരമാവധി ഊറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ വർക്കേഴ്സ് ഇതിനെ എതിർത്തു. അതുപോലെ തന്നെ യൂണിയനുകൾ, ഈ തൊഴിലാളി യൂണിയനുകൾ ഉണ്ടാവും. തൊഴിലാളി യൂണിയനുകൾ പറഞ്ഞു ഇത് യൂണിയനിസത്തിനെതിരാണ്, യൂണിയനുകൾക്ക് എതിരാണ് ഈ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി. കാരണം ഇത് ഓരോ ഇൻഡിവിജ്വൽ വർക്കറിന്റെയും
പിന്നെ പരമാവധി പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാളുടെ അടുത്ത് നിന്ന് പരമാവധി ഔട്ട്പുട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഇത് യൂണിയനിസത്തിനെതിരാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാനേജർമാരും ഇതിനെ എതിർത്തു. മാനേജർമാർ പറഞ്ഞത് എന്താ വെച്ചാല് പിന്നെ ലെറ്റ് ഈസ് സ്പേസ് ലെഫ്റ്റ് ഫോർ മാനേജറിയൽ ജഡ്ജ്മെന്റ്. കാരണം ഇതില് വർക്കേഴ്സും മാനേജേഴ്സും തമ്മിൽ നല്ല കോപ്പറേഷൻ വേണമല്ലോ. അതുകൊണ്ട് തന്നെ മാനേജർമാർക്ക് ഇതിൽ വലിയ സ്കോപ്പ് ഇല്ല. അധിക റെസ്പോൺസിബിലിറ്റിയും പോകുന്നത് വർക്കേഴ്സിന് മാത്രമാണ് എന്നുള്ള നിലക്ക്, അതായത് റെസ്പോൺസിബിലിറ്റീസ് ഫുള്ള് വർക്കേഴ്സിന് മാത്രമാണ്, ഞങ്ങൾക്ക് കൂടുതൽ റോള് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാനേജേഴ്സും ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മൾ മൊത്തത്തിൽ ഇതിന്റെ ഒരു കൺക്ലൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ളത് പബ്ലിക് അഡ്മിനിസ്ട്രേഷന് വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അത് വെറും പബ്ലിക് അഡ്മിനിസ്ട്രേഷന് മാത്രമല്ല കേട്ടോ, മൊത്തത്തിൽ അഡ്മിനിസ്ട്രേഷന് വലിയ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഈ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആവട്ടെ, പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ആവട്ടെ, അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു സംഗതിക്ക് വളരെ ഉപകാരപ്പെട്ട സംഗതിയായിരുന്നു സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ളത്. അപ്പോൾ ഇൻഫ്ലുവൻസ്ഡ് എക്സിക്യൂട്ടീവ്സ്, പ്രാക്ടീഷണേഴ്സ്, ഗവൺമെന്റ് ഒഫീഷ്യൽസിനൊക്കെ ഈ ഒരു സിസ്റ്റം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് തൊഴിലിനെ, ഒരു കമ്പനിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓഫീസിൽ നടക്കുന്ന ജോലിയെ മൊത്തത്തിൽ സെൻട്രലൈസ് ചെയ്തു. ക്വാളിറ്റി അഷുറൻസ് സിസ്റ്റം, പിന്നെ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റംസ് ഒക്കെ ഇതിലുണ്ട്. ഇത്ര ക്വാളിറ്റി വേണം, പരമാവധി എഫിഷ്യന്റ് ആക്കണം, പരമാവധി ആളുകളുടെ അടുത്ത് നിന്ന് നല്ല ഔട്ട്പുട്ടുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പിന്നെ ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. നമ്മൾ ഇതൊക്കെ ചേർത്ത് വായിക്കുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിന്ന് പരമാവധി അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ വായിക്കേണ്ടത്. ഓക്കെ, അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട സംഗതി എന്നുള്ളത് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ്, സയന്റിഫിക് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ്, അതുപോലെ ടെക്നിക്സ് നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ 6 ടെക്നിക്സ്. അത്തരം സംഗതികളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഡിസ്കസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ടെക്നിക്സ് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ കോപ്പറേഷൻ, ആളുകളുടെ ഇടയിൽ നല്ല കോപ്പറേഷൻ ഉണ്ടാവുക, റൂൾ ഓഫ് തമ്പ് എന്നുള്ള സിസ്റ്റം ഒഴിവാക്കുക, സൂപ്പർവൈസേഴ്സ് കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യുക, മുകളിൽ 8 ഫോർമാൻസ് ഉണ്ടാവുക എന്നുള്ള സംഗതികളൊക്കെ പറയാം. ദെൻ ക്രിട്ടിക്കലി അപ്രൈസ് ദ സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച്. സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ചിനെ അപ്രൈസൽ ചെയ്യാനാണ്. അപ്പൊ അതിന് നേരെയുള്ള വിമർശനങ്ങൾ, മാനേജേഴ്സ് വിമർശിച്ചു, യൂണിയനുകൾ വിമർശിച്ചു, വർക്കേഴ്സ് വിമർശിച്ചു. ഇത് ഒരു ഗ്രൗണ്ട് ഫ്ലോർ ലെവലിലുള്ള ഓർഗനൈസേഷനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. വർക്കേഴ്സിനെ ഒരു മെഷീൻ ആയിട്ടാണ് കണ്ടത് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളൊക്കെ നമുക്ക് ഉന്നയിക്കാം. Then describe the efficiency driven mechanism of scientific management. സയന്റിഫിക് മാനേജ്മെന്റ് എഫിഷ്യൻസി ഡ്രിവൺ മെക്കാനിസം ആണ്. വർക്കേഴ്സിന്റെ എഫിഷ്യൻസിക്ക് അനുസരിച്ചിട്ട് അവർക്ക് ശമ്പളം കൊടുക്കുക, കൂടുതൽ എഫിഷ്യൻസി കാണിക്കുന്ന ആളുകൾക്ക് റിവാർഡ്സ് കൊടുക്കുക. ഓക്കെ, ഒരു എക്സെപ്ഷണൽ പ്രിൻസിപ്പിളും അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് അതിനെ ആൻസർ ചെയ്യേണ്ടത്. സോ അത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.